പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ ശിവപ്രസാദ്, വേദിയിലുള്ള SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, അഡാട്ട് സാറ്, ഷൈനി, നമ്മുടെ CJP വക്താവ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ പ്രസക്തവും ഗൗരവവുമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് തുടർച്ചയായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ പ്രശ്നം മുൻനിർത്തി സമരമുഖത്തുണ്ട്. കേരളത്തിൽ മാത്രമല്ല, രാജ്യതലസ്ഥാനത്തും ഈ വിഷയം മുൻനിർത്തിയുള്ള സമരം സംഘടിപ്പിക്കാൻ SFIക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും പ്രശ്നത്തിൻ്റെ വിവിധ തലങ്ങൾ ഇവിടെ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു നിര സംസാരിക്കാനുണ്ട്. ദീർഘമായ ഒരു പ്രസംഗത്തിന് തുനിയുന്നില്ല. 23 ലക്ഷത്തിലധികം കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. നീറ്റ് പരീക്ഷ രാജ്യത്ത് വരുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം പരീക്ഷാ ക്രമക്കേടുകൾ, വ്യത്യസ്ത പ്രവേശന രീതികൾ, ഇതൊക്കെ സംബന്ധിച്ചുള്ള കേസുകളുടെ ഒടുവിൽ സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് നീറ്റ് സംവിധാനം നമ്മുടെ രാജ്യത്ത് വരുന്നത്. അന്ന് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഫെഡറൽ ഘടനയിൽ അത്തരം പ്രവേശന പരീക്ഷകൾ ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് വരുന്നത് ശരിയായിരിക്കുമോ? ചില സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ, ആ ഘട്ടത്തിൽ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ രാജ്യവ്യാപകമായി മെഡിക്കൽ പ്രവേശനത്തിന് ഒരേ ഒരു പരീക്ഷ എന്ന നിലപാടാണ് സുപ്രീം കോടതിയും അംഗീകാരം നൽകിയത്. പ്രവേശന പരീക്ഷ എന്ന കാഴ്ചപ്പാട് കേരളത്തിൽ ആരംഭിച്ച ഒരു ഘട്ടമുണ്ട്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ 0 മാർക്ക് ബയോളജിക്ക് കിട്ടിയാൽ എങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി? ഇതായിരുന്നു അന്നത്തെ ഒരു വിവാദ വിഷയം. പ്രവേശന പരീക്ഷകളൊന്നുമില്ല. 0+0+2 421 മറ്റോ എഴുതുന്നൊരു ഫോർമുല എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കുറെ കാലമായല്ലോ. അങ്ങനെ പ്രവേശന പരീക്ഷ ഇല്ലാതെ തന്നെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അഡ്മിഷൻ പ്രക്രിയക്കകത്ത് ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് കേരളം എൻട്രൻസ് എക്സാമിനേഷൻ എന്ന നിലപാടിലേക്ക് എത്തിയത്. പിന്നീട് നല്ല രീതിയിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും പ്രവേശന പരീക്ഷ സംവിധാനം നടപ്പിലാക്കി. ഞാൻ ഓർക്കുന്നുണ്ട്, SFIയുടെ സംസ്ഥാന ഭാരവാഹി ആയിരുന്ന ഘട്ടത്തിൽ ഞങ്ങളൊരു സർവേ നടത്തി. ആ സർവേ പ്രവേശന പരീക്ഷാ സംവിധാനം വന്നതിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം കിട്ടിയ കുട്ടികളുടെ അഭിരുചികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അതിനു മുൻപ്, പ്രവേശന പരീക്ഷയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും പഠിച്ച കുട്ടികളുടെ? പ്രവേശന പരീക്ഷ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു? അന്ന് ആ സർവേയിൽ അന്ന് SFI കണ്ടെത്തിയ നിഗമനങ്ങൾ, പ്രവേശന പരീക്ഷ വന്നതിന് ശേഷം കൂടുതൽ സമ്പന്ന വിഭാഗങ്ങളുടെ ഒന്നായി ഈ മേഖല മാറി എന്നുള്ളതായിരുന്നു. പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളിലൂടെ പരിശീലനം കിട്ടിയവർക്ക് മാത്രമായി പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടാൻ തുടങ്ങി എന്നതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഒരു പഠനത്തിന്റെ നിഗമനം. അക്കൂട്ടത്തിൽ തന്നെ അഭിരുചികൾ എങ്ങനെ, പല രാജ്യങ്ങൾക്കകത്തും അഭിരുചികളെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രവേശനം. ഒരാൾക്ക് ഡോക്ടർ ആകാനുള്ള അഭിരുചിയുണ്ടോ? ഒരാൾക്ക് എഞ്ചിനീയർ ആകാനുള്ള അഭിരുചിയുണ്ടോ? ഓരോ കുട്ടിയുടെയും അഭിരുചി എന്താണ്? ആ ടെസ്റ്റ് കൂടി പലയിടങ്ങളിലും ഇത്തരം പ്രവേശനത്തിന് മാനദണ്ഡമാക്കാറുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മെഡിസിനാണ് ആഗ്രഹിച്ചത്, പക്ഷെ ആയുർവേദത്തിൽ പെട്ടു. ആയുർവേദമാണ് ആഗ്രഹിച്ചത്, പക്ഷെ BDS പെട്ടു. ഇങ്ങനെ ലഭിക്കുമ്പോൾ അഭിരുചികൾക്ക് ഒരു താല്പര്യമില്ലാത്ത ഒന്ന്. സാമൂഹ്യ പ്രതിബദ്ധത എത്ര? അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പ്രവേശന പരീക്ഷാ സംവിധാനം തെറ്റായ ചെലവിലേക്ക് എത്തി എന്ന് കണ്ടെത്തിയെങ്കിലും
പ്രവേശനത്തിന്റെ സുതാര്യതയ്ക്ക് ആ സംവിധാനം തന്നെയാണ് അഭികാമ്യം എന്ന നിലപാടായിരുന്നു അന്ന് പൊതുവെ സ്വീകരിച്ചത്. പല സംസ്ഥാനങ്ങൾക്കകത്തും പ്രവേശന പരീക്ഷകൾ കുഴപ്പത്തിലായി കഴിഞ്ഞപ്പോഴാണ് നീറ്റ് സംവിധാനത്തിലേക്ക് പോകുന്നത്. നീറ്റ് ഇപ്പോ റദ്ദാക്കപ്പെട്ടുവെങ്കിലും ആദ്യമായിട്ടല്ല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ കുഴപ്പത്തിലേക്ക് എത്തുന്നത്. ഓർക്കുന്നുണ്ടാകും, 2024 80-ലധികം കുട്ടികൾക്ക് മുഴുവൻ മാർക്കും കിട്ടി. 720 മാർക്കും കിട്ടി. സാധാരണ 5-6 കുട്ടികൾക്ക് കിട്ടുന്നത് 80-84 കുട്ടികൾക്ക് 2024 മുഴുവൻ മാർക്കും കിട്ടി. ആ പ്രശ്നം അന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ലീക്കേജുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തി. പരീക്ഷ റദ്ദാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഈ പരീക്ഷയുടെ അട്ടിമറിയുടെ ഭാഗമായി നിരവധി പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജുകൾക്കകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2024 പരീക്ഷ അട്ടിമറിയുടെ ഭാഗമായി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുന്നത് ചില പ്രത്യേക താല്പര്യങ്ങൾ ഭരിക്കുന്ന കക്ഷിക്ക് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അതാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചത്. വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ ഇവരകത്ത് പ്രതിഫലിക്കുന്നു. ഇപ്പോൾ ടെക്നോളജി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ IIM പ്രവേശന പരീക്ഷ, IIT അതിന്റെ അഡ്മിഷൻ പ്രോസസ്, അതിന്റെ സോഫ്റ്റ്വെയർ ആകെ തകരാറിലായി. വലിയ കമ്പനി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആയിരുന്നു. അത് തകരാറിലായത് കൊണ്ട് അഡ്മിഷൻ പ്രക്രിയ വല്ലാതെ തടസ്സപ്പെട്ടപ്പോ അന്ന് ദ ഹിന്ദു പത്രത്തിൽ IT-യുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ എഴുതുന്ന ഒരാളുണ്ട്, ആനന്ദ് പാർത്ഥസാരഥി. ആനന്ദ് പാർത്ഥസാരഥി അന്ന് എഴുതിയ ലേഖനത്തിന് തലക്കെട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, IIT-യും IIM-ഉം കേരളത്തിലേക്ക് നോക്കൂ. ഇതായിരുന്നു അന്ന് അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ തലവാചകം. അന്ന് കേരളം സ്വയം വികസിപ്പിച്ചെടുത്ത സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ +2 പ്രവേശനം, എഞ്ചിനീയറിംഗ് പ്രവേശനം, ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ വഴി എങ്ങനെ ഇത്തരം കുഴപ്പങ്ങളിലേക്ക് IIT-യും IIM-ഉം എത്തി. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പഠിക്കണം. ഒരു പൈസ പോലും ചെലവഴിക്കാതെ കേരളത്തിലെ അക്കാദമിക സംവിധാനം വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സുതാര്യമായി ഈ പ്രവേശനമാകെ നടത്താൻ കഴിയുന്നു. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ നിന്ന് പഠിക്കൂ എന്ന് അന്ന് ഹിന്ദു പത്രത്തിൽ ആനന്ദ് പാർത്ഥസാരഥി ലേഖനം എഴുതി. ഇപ്പൊ നമ്മുടെ ഇവിടെ കോളേജുകളിലെല്ലാം ഓൺലൈൻ പ്രോസസ് അല്ലേ, +2 ഓൺലൈൻ പ്രോസസ് അല്ലേ. ഈ പ്രോസസ് എല്ലാം തന്നെ നമ്മുടേതായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയാതെ പോകുന്നത്. സുതാര്യമാകണമെന്ന താല്പര്യം ഭരിക്കുന്നവർക്കില്ലാത്തത് കൊണ്ടാണ്. ഈ പ്രശ്നത്തിനകത്ത് ഞങ്ങൾ എടുത്ത നിലപാട്, ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, മാനവ വിഭവശേഷി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി രാജിവെക്കണം. ഏത് ഏജൻസിക്ക് കൊടുത്തു? ഒത്തിരി ദുരൂഹതകൾ നിലനിൽക്കുന്നു. 23 ലക്ഷം കുട്ടികൾ, ചിലരാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും. റിപ്പീറ്റ് ചെയ്തിട്ട് കഠിനമായി അധ്വാനിച്ച് പ്രവേശനം കിട്ടി എന്ന് അറിഞ്ഞിരിക്കുമ്പോഴാണ് ഈ അട്ടിമറിയുടെ ഭാഗമായി ഇത് റദ്ദാക്കപ്പെടുന്നത്. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറാകാനുള്ള മാനസികമായ കരുത്തില്ലാത്തത് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച കുട്ടികളുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ കാണുമില്ലേ? അപ്പോ അങ്ങേയറ്റം നിരുത്തരവാദപരമായി തെറ്റായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഭാവിയെ പന്താടുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്ന കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി മന്ത്രി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടോ ഏജൻസിയെ മാറ്റിക്കൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തെ ഉന്നത നീതിപീഠം ഇക്കാര്യത്തിൽ ഗൗരവമായ അന്വേഷണം നടന്ന് ഈ പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും സമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തുമെന്ന് ഉറപ്പുവരുത്തണം സുപ്രീം കോടതി. അവരാണ് ഈ സംവിധാനം രാജ്യത്തിന് വേണമെന്ന് പ്രഖ്യാപിച്ചത്. ഓരോ സംസ്ഥാനത്തിന്റെയും താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരവർക്ക് ഫെഡറൽ സംവിധാനം അനുസരിച്ചുള്ള പരീക്ഷ നടത്താൻ ആവശ്യമുണ്ട് നിരാകരിച്ചത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് ആ ഉത്തരവാദിത്വമുണ്ട്.
ഈ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ പുതിയ സംവിധാനത്തിന്റെ ആഘാതം നിരവധി കുട്ടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. 17 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. സ്ക്രീനിൽ നോക്കിക്കൊണ്ട് മാർക്ക് ഇടുക, ഓൺ സ്ക്രീൻ മാർക്കിംഗ്, OSM. ആദ്യം പറഞ്ഞ റോബോട്ടിക് സ്ക്രീനിങ് ആണ്. റോബോട്ടിക് സ്കാനിങ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീനിങ് ആയിരുന്നു ആദ്യത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഒരു കമ്മിറ്റിക്ക് വേണ്ടി മാറ്റി. മാർക്ക് കുറഞ്ഞ കുട്ടികൾ ആകെ ആശങ്കപ്പെട്ട് റിവാലുവേഷന് മുൻപായി ഉത്തരക്കടലാസുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോ ലഭിച്ച ഉത്തരക്കടലാസ് പരീക്ഷ എഴുതിയ കുട്ടിക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് വായിച്ചിട്ട് എങ്ങനെ അധ്യാപകൻ മാർക്കിട്ടു? ഈ 17 ലക്ഷം കുട്ടികളിൽ നല്ലൊരു ശതമാനവും ഇപ്പോ ആശങ്കയിലാണ്. എഞ്ചിനീയറിംഗ് പ്രവേശനം തീരുന്നു, ലോ കോളേജ് പ്രവേശനം തീരുന്നു, കോളേജ് പ്രവേശനം തീരുന്നു. ഈ മാർക്ക് ഇനി റിവാല്യൂ ചെയ്ത് തിരിച്ചെത്തുമ്പോ അതിനു വേണ്ടി കാത്തുനിന്നാൽ 1 വർഷം നഷ്ടപ്പെടുമെന്ന സ്ഥിതിയിലേക്ക് CBSE കുട്ടികൾ എത്തുന്നു. അതുകൊണ്ട് അതീവ ഗൗരവമായ പ്രശ്നമാണ് വിദ്യാർത്ഥി സംഘടന ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ ഈ പ്രക്ഷോഭം ഈ പ്രശ്നത്തിന്റെ ആഘാതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിലേക്കും എത്തണം. SFIയുടെ ഒരു ഏരിയ കമ്മിറ്റിയുടെ അതിർത്തിക്കകത്ത് എത്ര കുട്ടികൾ നീറ്റ് എഴുതിയിട്ടുണ്ട്, എത്ര കുട്ടികൾ CBSEയുടെ 12ാം പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ ഓരോ കുട്ടികളുടെ വീട്ടിലേക്കും സംഘടനയുടെ പ്രതിനിധികൾ ചെല്ലണം. അവ സംബന്ധിച്ചൊരു വിപുലമായൊരു ഡാറ്റാ ബേസ് വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടാകണം. അവരെ ആകെ ഈ പ്രശ്നത്തിന് പുറകിൽ അണിനിരത്താൻ കഴിയണം. ഇനി പുതിയ പരീക്ഷ ലോക്ക്ഡൌൺ ഒക്കെ വച്ചിട്ടാണ് നടത്താൻ പോകുന്നതെങ്കിലും അതിന്റെ ആശങ്കകൾ നിൽക്കുന്നുണ്ട്. ആ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മാനസികമായി കരുത്തു നൽകാൻ ആവശ്യമായ സംവിധാനങ്ങൾ വിദ്യാർത്ഥി സംഘടന ഏർപ്പെടുത്തണം. പലരും വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരിക്കും. പരീക്ഷ എഴുതി, പ്രവേശനം കിട്ടി എന്ന് ഉറപ്പു വന്നു, പുതിയ റദ്ദാക്കൽ വന്നു, ഇനി പരീക്ഷ വീണ്ടും എഴുതണം. ആ കുട്ടികൾക്കൊപ്പം നിൽക്കണം, മാനസികമായി കരുത്തു നൽകണം. ആ ഉത്തരവാദിത്വം കൂടി വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കണം. ഒരു വശത്ത് ഇതിനെ കുറ്റക്കാരെ സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രക്ഷോഭം എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തി സംഘടിപ്പിക്കുന്നതോടൊപ്പം ഇത്തരം ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം. അതോടൊപ്പം നിയമപരമായ പിന്തുണ ആവശ്യമാണോ? ആ നിയമപരമായ പിന്തുണ ആവശ്യമാണെങ്കിൽ അതിനുള്ള പ്രത്യേക സംവിധാനവും വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കണം. ഇന്നത്തെ കാലത്തിനനുസൃതമായി പുതിയ പ്രചരണ പ്രക്ഷോഭ രീതികളിലൂടെ ഈ പ്രശ്നത്തെ ജനകീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ SFIക്ക് കഴിയും. പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളെ ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് മാത്രം അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. ഇത് സാധാരണ SFI പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപ്പുറത്തുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ്. ഈ പ്രശ്നത്തിന്റെ ആഘാതം അനുഭവിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും. അവരെ കൂടി കണ്ണു ചേർക്കാൻ അതിന് നിങ്ങൾക്ക് കഴിയണം. അതിനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കൂടി SFIക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.